Data Structures and Algorithms. DSA in the short form വിളിക്കും. KTUല് 2024 സ്കീം S3, KTUല് 2024ലും 2019 സ്കീമിലൊക്കെ പഠിക്കാനുള്ള സബ്ജക്റ്റാണ്. DSന്റെ തന്നെ മറ്റുള്ള ബ്രാഞ്ചസ് AIML ഉള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് DSA, Data Structures and Algorithms. Data Structure എന്ന സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു ടോപ്പിക് പഠിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് Algorithm Analysis and Design. സ്പേസ് കോംപ്ലക്സിറ്റിക്കകത്ത് തന്നെ രണ്ട് രീതിയിൽ സ്പേസ് എടുക്കാറുണ്ട്. ഒന്ന് ഫിക്സ്ഡ് സ്പേസ് എടുക്കുന്നുണ്ട്, രണ്ട് വേരിയബിൾ സ്പേസ് എടുക്കുന്നുണ്ട്. ഫിക്സ്ഡ് സ്പേസ് മീൻസ് ഇപ്പോൾ ഒരു മെമ്മറി അലോക്കേഷൻ, സ്റ്റാറ്റിക് അലോക്കേഷൻ എന്ന് പറയാം. സ്റ്റാറ്റിക് അലോക്കേഷൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇൻറ്റ് എ എന്നൊരു വേരിയബിളിനകത്ത് ഒരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഒരു ഇൻറ്റിജർ വാല്യൂവിന് 4 bytes ആണ് ആവശ്യമെങ്കിൽ എക്ക് മെമ്മറിയിൽ ഇരിക്കാൻ ആവശ്യമായിട്ട് വരുന്ന സ്പേസ് 4 bytes കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ഫിക്സ്ഡ് സ്പേസ്. ഓക്കെ, ഇതുപോലെ പ്രോഗ്രാമിനകത്ത് ഒത്തിരി വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള അറേസ് യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെ ഫിക്സ്ഡ് സൈസ് ആണ്. ഇത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ മറ്റൊരാളുണ്ട്, തലവേദന തരുന്ന ഒരാളാണ് വേരിയബിൾ സ്പേസ് റിക്വയർമെൻറ്റ്. വേരിയബിൾ സ്പേസ് റിക്വയർമെൻറ്റ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സ്റ്റാക്ക് പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. കോളേജിൽ നമുക്ക് ഡാറ്റാ സ്ട്രക്ചറിൽ പഠിക്കാൻ വരുന്ന ടോപ്പിക്കാണ് സ്റ്റാക്ക്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ കുറച്ച് പേർക്കെങ്കിലും സ്റ്റാക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. അറിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ വരുന്ന വീഡിയോയിൽ സ്റ്റാക്ക് എന്താണെന്നും സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് എന്താണെന്നും പറയുന്നുണ്ട്. സ്റ്റാക്ക് ആക്ച്വലി വർക്ക് ചെയ്യുന്ന സമയത്ത് റിക്കർഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിക്കർഷൻ എന്ന ടെക്നിക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സി പ്രോഗ്രാം പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തും ഫംഗ്ഷൻ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അവിടെ ഫംഗ്ഷൻ കോൾ ബൈ ഇറ്റ് സെൽഫ് എന്നൊരു ഡെഫിനേഷനോട് കൂടി പഠിക്കുന്ന ഒരു സംഗതിയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ അയാളെ തന്നെ കോൾ ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് റിക്കർഷൻ. ഈ റിക്കർഷൻ വർക്ക് ചെയ്യുന്ന മെക്കാനിസം നിങ്ങൾക്ക് അറിയാമോ? ഇല്ലല്ലോ. ഇവിടെ നോക്കിക്കേ, 5 ഫാക്ടോറിയലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടോറിയൽ ഓഫ് 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടോറിയൽ ഓഫ് 5 കാണണമെങ്കിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനകത്ത് ഒരു സ്റ്റാക്ക് ഉണ്ട്, പ്രോസസർ സ്റ്റാക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഈ പ്രോസസർ സ്റ്റാക്കിനകത്ത് ആദ്യം ഈ 5നെ പുഷ് ചെയ്യും. ഫാക്ടോറിയൽ ഓഫ് 5 കാണാൻ എന്താ ചെയ്യേണ്ടത്? 5 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 4 കണ്ടുപിടിക്കാം അല്ലേ? ഫാക്ടോറിയൽ ഓഫ് 4 കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ 5നെ എവിടെ പുഷ് ചെയ്യുന്നു? സ്റ്റാക്കിൽ പുഷ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാക്കിൽ പുഷ് ചെയ്യുക മീൻസ് മെമ്മറിയിൽ സ്റ്റാക്കിനകത്ത് 5 ഇരിപ്പുണ്ട്. ഇനി ഫാക്ടോറിയൽ ഓഫ് 4ലേക്ക് പോകുന്നു. ഫാക്ടോറിയൽ ഓഫ് 4 എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനകത്തേക്ക് f of 4 വരുന്നു. f of 4 കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 4 ഇൻറ്റു f of 3. ഇവിടെ f of 3യുടെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്യാൻ സാധിക്കും അല്ലേ? സോ f of 3 കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് 4ന് എന്താ ചെയ്യണം? സ്റ്റാക്കിൽ 5ൻ്റെ മേളിൽ പുഷ് ചെയ്യും. ഓക്കെ, സോ സ്റ്റാക്കിൻ്റെ വർക്കിംഗ് അങ്ങനെയാണ്. ഒന്നിന് മേലെ ഒന്നായിട്ടാണ് പുഷ് ചെയ്ത് പോകുന്നത്. ത്രൂ ടോപ്പ് ആണ് സ്റ്റാക്കിൽ എപ്പോഴും പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. 5ന് മേലെ 4 പുഷ് ആവും. ഓക്കെ, ദെൻ f of 3 കണ്ടുപിടിക്കണം. f of 3 കണ്ടുപിടിക്കുന്നതിന് എന്താ സംഗതി? f of 3 കണ്ടുപിടിക്കുന്നത് നമുക്ക് f of 2 എന്താണെന്ന് അറിയണം. സോ 3ന് നേരെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. f of 2 കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. f of 2 കണ്ടുപിടിക്കുന്നെങ്കിൽ f of 1ൻ്റെ വാല്യൂ അറിയണം. സോ 2ന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. സോ 5ൻ്റെ മേളിൽ 4, അതിൻ്റെ മേളിൽ 3, അതിൻ്റെ മേളിൽ 2. f of 1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? f of 1ൻ്റെ വാല്യൂ നമുക്കത് ബേസ് കേസ് ആയിട്ട് പറയാം. ആ പാരാമീറ്റർ 1 ആയിരുന്നെങ്കിൽ നമുക്കത് 1 റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ബേസ് കേസ് ആയിട്ട് സെറ്റ് ചെയ്ത്, ഇതാണ് ബേസ് കേസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. റിക്കർഷനിൽ എപ്പോഴും ഒരു ബേസ് കേസ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. സോ ഈ ബേസ് കേസിൽ വന്നത് 1 ആണ്. സോ അവിടെ വരുന്ന പാരാമീറ്റർ, ഇൻപുട്ട് പാരാമീറ്റർ 1 ആണെങ്കിൽ റിട്ടേൺ 1. ഓക്കെ, സോ f of 1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, റിട്ടേൺ 1. ഈ വാല്യൂ നേരെ തിരികെ മേലോട്ട് പോകും, f of 2ലേക്ക് പോകും. f of 2-നകത്ത് എന്താ ഞാൻ പറഞ്ഞത്? 2 ഇൻറ്റു f of 1 എന്നായിരുന്നു. സോ f of 1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ബേസ് കേസ് വാല്യൂ റിട്ടേൺ 1 ചെയ്തു. 2 ഇവിടെ ഉണ്ട്, സ്റ്റാക്കിൻ്റെ ടോപ്പ് എലമെൻ്റ് ആയിട്ടുണ്ട്. സോ ആ 2നെ അവിടെ നിന്ന് പോപ്പ് ചെയ്തത്. 2 ഇൻറ്റു 1 നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 1 ഈക്വൽ ടു 2. സോ ഈ 2 f of 2ൻ്റെ വാല്യൂ ആയിട്ട് വരുന്നു, റിസൾട്ട് ആയിട്ട് വരുന്നു, അത് റിട്ടേൺ ചെയ്യുന്നു. ഇത് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? f of 3യുടെ റിസൾട്ട് ആയിട്ട് പോകുന്നു. സോ അവിടെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇപ്പം എന്തായിരിക്കുന്നത്? 3 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താ? ഇപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താ? 3 ഇൻറ്റു 2 6. ഇതെങ്ങോട്ട് പോകും? f of 4-നകത്ത് 4 ഇൻറ്റു ഫാക്ടർ ഓഫ് 3 എന്നാണ്.
എഫ് ഓഫ് 4-നകത്ത് 4 ഇൻറ്റു എഫ് ഓഫ് 3 എന്നായിരുന്നു. എഫ് ഓഫ് 3യുടെ വാല്യൂ കിട്ടിയില്ലേ, 6 അല്ലേ. ഇനി സ്റ്റാക്കിന്റെ ടോപ്പ് പിടിക്കുന്ന 4 പോപ്പ് ചെയ്യും. ഇത് നേരെ ഇങ്ങോട്ടേക്ക് പോകും. എഫ് ഓഫ് 5-നകത്തേക്ക് 5 ഇൻറ്റു ഫാക്ട് 5 ഇൻറ്റു എഫ് ഓഫ് 4 എന്ത് കിട്ടും, 120 കിട്ടും അല്ലേ. ഈ ഒരു വർക്കിംഗ് മനസ്സിലായില്ലേ. ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തത് 5 കൊടുത്തത് കൊണ്ട് സ്റ്റാക്കിനകത്ത് 5, 4, 3, 2 ഈ 4 നമ്പേഴ്സ് സ്റ്റോർ ചെയ്തു. 5-ന് പറഞ്ഞ 10 കൊടുത്തിരുന്നല്ലോ. 10, 9, 8 അപ് ടു 2 വരെയുള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യും. അതായത് യൂസർ കൊടുക്കുന്ന ഇൻപുട്ട്, പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണോ ആ ഇൻപുട്ടിനനുസരിച്ചാണ് സ്റ്റാക്കിനകത്തേക്ക് വാല്യൂസ് ഡെപ്പോസിറ്റ് ആവുന്നത് അല്ലേ. ഇത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ദിസ് ഈസ് കോൾഡ് വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫിക്സ്ഡ് റിക്വയർമെന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്, പക്ഷേ വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് നമുക്ക് അത്ര ഈസി അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം റൺ ടൈമിൽ യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ്സ് വരുന്നത്. സോ ഒരു പ്രോഗ്രാമിന്റെ ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് സ്പേസ് പ്ലസ് വേരിയബിൾ സ്പേസ് ആണ്. കണ്ടോ, ഇതാണ് അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എസ് ഓഫ് പി. ഒരു പ്രോഗ്രാമിന്റെ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എസ് ഓഫ് പി ഈക്വൽ ടു ഫിക്സ്ഡ് സ്പേസ് ആണ് കോൺസ്റ്റന്റ് സി പ്ലസ് വേരിയബിൾ സ്പേസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പെർമനന്റ് ആയിട്ടൊരു വാല്യൂ പറയാൻ പറ്റില്ല. 5 ഫാക്ടോറിയൽ കൊടുത്തപ്പോൾ വരുന്ന വാല്യൂ അല്ലായിരുന്നു 10 ഫാക്ടോറിയൽ. സോ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഏത് വാല്യൂ ആണോ ഇരിക്കുന്നത് അല്ലെ, ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ വെച്ചിട്ട് മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിനെ എസ് പി ഓഫ് ഐ എന്ന് എഴുതുന്നത്. ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ആ പ്രോഗ്രാമിൽ എടുക്കുന്ന സ്പേസ്. ഓക്കെ, ഇതിന് സമ്മേഷൻ ആണ് ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ്. ടൈം കോംപ്ലക്സിറ്റിയിൽ ഉള്ളതുപോലെ തന്നെയാണ് സ്പേസ് കോംപ്ലക്സിറ്റിയിലും പ്രോബ്ലംസ് ഉണ്ടാവും. എക്സാമിന് പ്രോബ്ലംസും ചോദിക്കും.